താജുബാങ്കോടാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഒരു രാത്രി മരുഭൂമിയിൽ നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളെ ടീം മരുഭൂമിയിലേക്ക് പോയതാണ്. ഈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മരുഭൂമിയിലേക്ക് മണലിലേക്ക് കയറാൻ വേണ്ടി 4x4 ഫോർച്യൂണറിൻ്റെ കാറ്റയച്ചു വിടുകയാണ്. റിഷാദാണ് അതിൻ്റെ വിദഗ്ധന്. കാറ്റൊക്കെ അയച്ച് നമ്മൾ 2 വണ്ടിയുണ്ട്, ഒരു ഉനൈത്തും ഒരു ഫോർച്യൂണറുമാണ് പോകുന്നുള്ളത്. ഉനൈത്ത് പോകുന്നത് വരെ പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. 2ൻ്റെ കാറ്റൊക്കെ അയച്ച് കാറ്റൊക്കെ ചെറിയ കാറ്റ് വെച്ചിട്ട് പോവാണ്. പക്ഷെ ഉനൈത്ത് കുടുങ്ങി, ഫോർച്യൂണറാണെങ്കിൽ കടന്നു പോവുകയും ചെയ്തു. അങ്ങനെ അവസാനം എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇവിടുന്ന് കയറ്റാനുള്ള പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും. ലാസ്റ്റ് കെട്ടിവലിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഉനൈത്തിനെ കെട്ടിവലിക്കാനുള്ള പരിപാടിയാണ്. കെട്ടിവലിച്ചാലും എത്രത്തോളം മുന്നോട്ടേക്ക് പോകുന്നുള്ളത് അറിയില്ല. കാരണം മണലിൽ 4x4 വണ്ടികളല്ലാതെ ഒരിക്കലും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉനൈത്തിനെ കെട്ടിവലിക്കാനുള്ള പരിപാടിയിലാണ് നമ്മളെല്ലാവരും. കയറൊക്കെ ഇട്ടു വലിക്കുകയാണ്. വലിച്ചു ഉനൈത്ത് ഈസി ആയിട്ട് കയറി അങ്ങ് പോരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് അങ്ങ് കയറി അങ്ങ് പോയി. അവിടുന്ന് ഞങ്ങൾ വിട്ടു. അവിടുന്ന് വിട്ട് കുറച്ചപ്പുറത്തേക്ക് പോയി. ഇതെന്താണെന്ന് അറിയാം സംഭവം. ഇത് വലിയൊരു ഇറക്കമാണ്. വെറുതെ നമ്മൾ അവിടെ കുടുങ്ങിയപ്പോൾ വണ്ടി ഒന്ന് നിർത്തിയതാണ്. നിർത്തി നോക്കുമ്പോഴേക്ക് വലിയൊരു ഇറക്കമായിരുന്നു. നിർത്തിയതുകൊണ്ട് ഭാഗ്യമായി. നമ്മൾ ഉനൈത്ത് വീണ്ടും രണ്ടാമതും കുടുങ്ങിയപ്പോൾ ഫോർച്യൂണർ ഒന്ന് നിർത്തിയതാണ് നമ്മളെ നോക്കാൻ വേണ്ടി. പക്ഷെ ഫ്രണ്ടിലുള്ള വലിയൊരു കുഴി കണ്ടില്ലായിരുന്നു. നിർത്തിയതുകൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ വീണ്ടും ഉനൈത്ത് കുടുങ്ങി. ഉനൈത്തിനെ വീണ്ടും കെട്ടിവലിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഈ കെട്ടിവലിക്കലോടുകൂടി നമുക്ക് മനസ്സിലായി ഇനി ഉനൈത്ത് മണലിലേക്ക് കൂടി പോകല് ശരിയായൊരു കാര്യമല്ല. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കലും കഴിക്കലൊന്നും നടക്കൂല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഉനൈത്തിനെ വീണ്ടും റിവേഴ്സ് ഇട്ട് വലിച്ച് നമ്മൾ റോഡരികിൽ കൊണ്ടുവെക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ്. റിവേഴ്സ് വലിക്കാണ്. ഫ്രണ്ടിലേക്ക് ഒരുപാട് വലിക്കാൻ നോക്കി, നടന്നില്ല. ഇനി ബാക്കോട്ടേക്ക് വലിച്ചെടുത്ത് നേരെ ഇത് നമ്മളെ ഷെഫാട്ടോ. ഇതാണ് നമ്മളെ ഷെരീഫ്. വലിക്കാനുള്ള പരിപാടിയാണ്. വലിച്ചെടുത്ത് ഇത് ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തു. ഫ്രണ്ടിലോട്ട് വലിക്കാൻ നോക്കി, ഫ്രണ്ടിലോട്ട് വെച്ച് കഴിയുന്നില്ല. പിന്നെ ബാക്കോട്ടേക്ക് വലിച്ചെടുത്ത് ഇത് കന്നുകാലിനെ കൊണ്ട് പിന്നെ റോഡ് സൈഡ് എത്തി. റോഡ് സൈഡിൽ നിന്ന് നമ്മൾ 9 ആളുണ്ടല്ലോ. കുറച്ച് ആൾക്കാരെ മരുഭൂമിയുടെ നടുവിലേക്ക് കൊണ്ടാക്കാൻ പോയി. കുറച്ച് ആൾക്കാരെ ഞങ്ങൾ റോഡ് സൈഡിലേക്ക് നിന്ന സമയത്ത് സമയം പോകാൻ വേണ്ടി 1 മണിക്കൂറത്തേക്ക് 50 റിയാൽ കൊടുത്ത് ഈ സാധനം എടുത്തതാണ്. ഇതാണെങ്കിലോ ബൈക്കുമ്പോട്ട് വിടുകയും ചെയ്തിന് കാറുമ്പിലോട്ട് എത്തിയിട്ടില്ല എന്ന അവസ്ഥയാണ് ഈ വണ്ടിയുടെ അവസ്ഥ. ഇതിൽ ഞങ്ങളങ്ങനെ ജഗപകാക്കി 1 മണിക്കൂർ എന്ന് വെച്ചാൽ ഇതാണ് ഞാനും ആ ഒരു വണ്ടി ഓട്ടി 1 മണിക്കൂർ മുതലാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രായം കൂടുന്തോറും ചെറുപ്പമായി പോകുകയാണല്ലോ നമ്മൾ. എന്താ ചെയ്യുക, നമുക്ക് കുട്ടിക്കളിയാണിത്. കുട്ടികൾ കളിക്കുന്ന പോലെ കളിക്കുന്നത്. ഇർഷാദ് പിന്നെ ആ സാധനം വാങ്ങിയിട്ട് എങ്ങനെയൊക്കെ അതിനെ മുതലാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അതിന് ഓട്ടുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു കുരുത്തക്കേടോൻ്റെ ഉണ്ടാ. ഏതായാലും നമ്മൾ പ്രവാസികൾ ഉരുകുന്ന മെഴുകുതിരി ആവരുത് എന്നേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചില സന്തോഷങ്ങളെല്ലാം നമ്മൾ നേടണം. അതല്ലാതെ നമ്മൾ ഉരുകിയിട്ടായിട്ട് നമ്മളെ നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് വെളിച്ചമാവുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്വയം നമുക്കും വെളിച്ചം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എല്ലാ പ്രവാസികളോടും കൂടിയിട്ടാണ് ഈ പറയുന്നുള്ളത്. അതല്ലാതെ വെറും 10, 20, 30 വർഷം ഇവിടെ നിന്ന് ഉരുകി ജീവിതത്തിൻ്റെ പകുതിയും ഇവിടെയാണ്. പകുതിയെ നമുക്ക് നാട്ടിലേക്ക് കിട്ടുന്നുള്ളൂ. ആ പകുതിയിൽ തന്നെ നമ്മൾ ചെറുപ്പകാലം കാൽഭാഗം പോയി, പിന്നെ ഒരു കാൽഭാഗം. ആ കാൽഭാഗത്തിൽ പ്രവാസം നിർത്തിപ്പോയി കഴിഞ്ഞാൽ എത്ര നാൾ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ആ ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. രോഗങ്ങളൊക്കെ ആയിട്ടാണ് പോകാം. നമ്മൾ മണലിൻ്റെ നടുവിലെത്തി ഈ വണ്ടി താഴ്ന്ന് മുകളിലോട്ടേക്ക് കയറി വരുന്നതാണ്. ഷെരീഫാണെങ്കിൽ ഈ 4x4 കൊണ്ട് മണലിൽ കളിക്കാത്ത കളിയൊന്നുമില്ല. അതാ കണ്ടില്ലേ, വന്ന് അവിടെ ഇറങ്ങുകയുണ്ട്. എന്തായാലും നല്ല രസമാട്ടോ ഈ ലൈഫ്. ഒരു ദിവസം. പിന്നെ നമ്മൾ പാട്ടൊക്കെ പാടാനുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുപോയി കേട്ടോ. പാട്ട് പാടുകയാണ് ഇവർ. പാട്ട് പാടി പൊളിക്കുകയാണ്. കുറച്ച് ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഇതിലാണ്. സാധനങ്ങളൊക്കെ കുക്കറിൽ കയറിയിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ ഇറച്ചിയൊക്കെ വാങ്ങിപ്പോയത് കൊണ്ട് തന്നെ കുറേ പണിയൊക്കെ മുകളിൽ ഒഴിവായി കിട്ടി.
ഇത് CK ഖത്തർ ഫോണിൽ സംസാരിക്കുകയാണ്. ഇവർ ആടിത്തമർക്കാണ്. ഋഷാദ് പിന്നെ മൈക്ക് കിട്ടിയാൽ മൈക്ക് കാർന്ന് തിന്ന് കഴിയാതെ തിരിച്ചു തരലില്ല. ഇതാണ് നമ്മളെ ഷിയാവുൽ ഹക്ക് ഫുള്ള് വൈബ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പിന്നെ ഒരു ഹരമാണ്. സമയം കിട്ടിയാലൊക്കെ നമ്മൾ വൈബ് എടുക്കും. ഇതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് തന്നെ പറയാം പ്രവാസ ലോകത്ത്. കാരണം പല നാടിൽ നിന്നും വന്നിട്ട് ബന്ധപ്പെട്ട് നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനെയും കൂടിയാണ് പ്രവാസി എന്ന് പറയുന്നുള്ളത്. ഇതാണ് നമ്മളെ ഫാരിസാണ് നമ്മളെ എല്ലാ ട്രിപ്പും കോർഡിനേറ്റ് ചെയ്യുക. അവൻ്റെ കോർഡിനേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു പിഴവും വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കണ്ടില്ലേ, അവസാനം വൈൻഡപ്പിലേക്ക് നമ്മൾ പോകുകയാണ്. അപ്പോൾ എൻജോയ് ചെയ്യും പ്രവാസികളെ, അല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇറച്ചി വാങ്ങുന്നതാണ്. അത് ഫസ്റ്റ് ഇടേണ്ട വീഡിയോ ബാക്കിലായിപ്പോയി. ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ പോയത്. അതായത് പിന്നെ രാത്രി മണലിലുള്ള ഇവരൊരു കളിയാണ്. കുറച്ച് നേരം അവരിങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണലിൽ ജഗമകാക്കി കളിച്ചു. ഉണ്ടല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞങ്ങളുടെ ബിരിയാണി ഞങ്ങൾക്ക് റെഡി ആയതുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി വീഡിയോ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ചില സമയം മട്ടൻ മന്തി കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.